നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പരസ്യമായി സമ്മതിക്കാത്തവരുടെ മനസ്സിൽ പോലും നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഒരു അത്ഭുതമാണ്. ദിനങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും രാജ്യത്തിനകത്തും പുറത്തും മോദിയെ ഒരു നോക്ക് കാണാനും കേൾക്കാനും സാധാരണക്കാർ മാത്രമല്ല രാഷ്ട്രത്തലവന്മാർ പോലും മത്സരിക്കുന്നു. അകറ്റി നിർത്തിയ രാഷ്ട്രങ്ങളും രാഷ്ട്രത്തലവന്മാരും അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന കാഴ്ച. ഇപ്പോഴിതാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ പുളകം കൊള്ളിച്ച് സൗഹൃദത്തിൻ്റെ പുതിയ മാനങ്ങൾ തേടുകയാണ് മോദി. സമീപകാലത്ത് മറ്റൊരു രാഷ്ട്ര നേതാവിനും ഒരുക്കിയിട്ടില്ലാത്ത അത്രയേറെ ആതിഥ്യമാണ് മോദിക്കായി UAE ഒരുക്കിയത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പശ്ചിമേഷ്യയുടെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അനുമതി ലഭിക്കുക? ഇരു രാജ്യങ്ങളും തമ്മിൽ ഗാഢ സൗഹൃദത്തിൻ്റെ ലക്ഷണമാണിത്. നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഇത്രയേറെ സ്വീകരണം ലഭിക്കുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ തേടി അലയുകയാണ് ലോകം. അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ ലോക നേതാക്കളും രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ പറന്നു നടക്കുകയായിരുന്നു നരേന്ദ്രമോദി. വല്ലപ്പോഴും ഒരിക്കൽ ഇന്ത്യയിൽ വന്നുപോകുന്ന പ്രധാനമന്ത്രി എന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ലോകമെമ്പാടും ഇന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വൻ സ്വീകാര്യത. ഭരണത്തിലേറിയ ഉടൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ഒരു പ്രത്യേക അടുപ്പം തന്നെ മോദി രൂപപ്പെടുത്തി. നരേന്ദ്രമോദിയെ ന്യൂനപക്ഷ വിരോധിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾക്കായി രാജ്യത്തിനകത്തെ ചില കുത്തിത്തിരിപ്പുകാർ പാഴ്വേല ചെയ്യുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങളെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാനും സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും സമയം കണ്ടെത്തുകയായിരുന്നു മോദി. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ ചിലരെങ്കിലും ഈ കുത്തിത്തിരിപ്പുകാരുടെ ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുമുണ്ട്. എന്നാൽ ആത്യന്തികമായ വിജയം സത്യത്തിനാണോ എന്നതിൻ്റെ തെളിവാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത. വ്യക്തി താൽപ്പര്യങ്ങൾക്കുപരിയായി രാഷ്ട്ര താൽപ്പര്യങ്ങൾക്കാണ് മോദി പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത് എന്ന് രാഷ്ട്ര നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പരസ്പര പങ്കാളിത്തത്തോടെ ഒരുമിച്ച് ഒന്നായി വളരാനുള്ള പദ്ധതികൾക്കാണ് ഇന്ത്യയും UAEയും ഇപ്പോൾ കൈകൊടുക്കുന്നത്. സാങ്കേതിക രംഗത്തും പ്രതിരോധം, സ്പേസ്, ഊർജ്ജ സുരക്ഷ മേഖലകളിലും കൈകോർത്ത് മുന്നേറാൻ ഇന്ത്യയും UAEയും ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിലായി വൻതോതിലുള്ള നിക്ഷേപം UAEയിൽ നിന്ന് ഭാരതത്തിലേക്ക് ഒഴുകും. രാജ്യത്തിനകത്ത് ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനം, സ്വീകാര്യത, ഭരണ തുടർച്ച, കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തി, ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങളാണ് മോദിക്കും ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ സ്വാധീനം വർദ്ധിക്കാൻ ഇടയായത്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും സൗഹൃദവും ഭാരതത്തിന് അനുകൂലമായി ഇത്രയേറെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഏക നേതാവ് മോദി മാത്രമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾ ലോകം സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന കാലം കൂടിയാണിത്. മോദിയുടെ കീഴിൽ ഭാരതം വളരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നത് സ്വാഭാവികം മാത്രം. വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിലെ പെരുപ്പം, ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സ്വാധീനം, അനുദിനം മെച്ചപ്പെട്ടു വരുന്ന സമ്പദ് വ്യവസ്ഥ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങൾ, രാജ്യത്തിനകത്തും പുറത്തും മോദിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത, ലോക നേതൃപദവിയിലേക്കുള്ള മോദിയുടെ വളർച്ച, സ്വാധീനം, സൗഹൃദം, ഇവയൊക്കെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികർക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട്. 7ലേറെ രാജ്യങ്ങളാണ് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചിട്ടുള്ളത് എന്നോർക്കണം. എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ വൻ കരാറാണ് ഖത്തറുമായി ഇന്ത്യക്കുള്ളതും ഇനി വരാനിരിക്കുന്നതും. ഇത്തരത്തിൽ ഒട്ടേറെ ഘടകങ്ങളാണ് നാവികരുടെ വിഷയത്തിൽ നിരന്തരമായി ഇന്ത്യക്ക് ഇടപെടാൻ ആയതും ഒടുവിൽ അവരുടെ മോചനത്തിലേക്ക് നയിച്ചതും. നാവികരുടെ മോചനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഖത്തർ ഭരണകൂടത്തിന് നന്ദി അറിയിച്ചതിന് പിന്നാലെ നേരിട്ടെത്തി നന്ദി പറയാൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലെത്തുന്നത്. നിങ്ങൾ ജനിച്ച മണ്ണിൻ്റെ സുഗന്ധവും പേറി 140 കോടി ജനങ്ങളുടെ സന്ദേശവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. UAEയിലെ ഓരോ ഭാരതീയൻ്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് അവരുടെ കുടുംബാംഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കാൻ അവർക്ക് ഇനി എന്തു വേണം? ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. മോദിയുടെ കാര്യത്തിലും അതെ. പല കാരണങ്ങളാലും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലനിൽപ്പിന് ഇന്ത്യയുമായുള്ള സൗഹൃദവും മോദിയെപ്പോലെ ഒരു നേതാവിനോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയും തിരിച്ചറിഞ്ഞ രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരുമാണ് മോദിയുമായും ഇന്ത്യയുമായുമുള്ള ചങ്ങാത്തത്തിന് തിക്കിത്തിരക്കുന്നത്. ഇന്ത്യ ഒരു ഡോമിനൻ്റ് രാഷ്ട്രമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുമായി ചേർന്നുള്ള തീരുമാനത്തിനും ഇന്ത്യക്കെതിരായ തീരുമാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും മറ്റുള്ള രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത് സ്വാഭാവികം. നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരം ചില സംഭവ വികാസങ്ങൾക്കാണ്.